ഹലോ, ഇന്ന് നവംബർ 14th ചിൽഡ്രൻസ് ഡേ അല്ലേ. എല്ലാ കുഞ്ഞുമക്കൾക്കും വെരി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലേ സ്കൂളിൽ പോകാൻ. ഇവിടെ കുഞ്ചുവും ഭയങ്കര എക്സൈറ്റഡാണ്. അവൾക്ക് റാലിയൊക്കെ ഉണ്ട് സ്കൂളിൽ നിന്ന്. ഇന്ന് എല്ലാ ദിവസത്തിനേക്കാളും കൂടുതൽ നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നേ. സാമ്പാർ കഷ്ണം മുറിച്ചില്ലായിരുന്നു, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്. അപ്പോൾ ഈശോയോട് എല്ലാം മിന്നിച്ചേക്കണേന്ന് കാര്യമൊക്കെ പറഞ്ഞ് അമ്മേനോടും കാര്യമൊക്കെ പറഞ്ഞ് ഫ്രഷായി ഇങ്ങോട്ട് പോരാ, അടുക്കളയിലോട്ട് കയറുക. ദോശയായിരുന്നു എൻ്റെ പ്ലാൻ, പക്ഷെ ദോശ ചുട്ടുകൊണ്ടിരുന്നു. ഇന്നത്തെ കാര്യം നടക്കാത്തതുകൊണ്ട് ഇഡ്ലിക്കായി. അതുകൊണ്ട് ഇഡ്ലിക്ക് ഒഴിച്ച് വെച്ച് ഇത് കണ്ടില്ലേ, കഷ്ണം മൊത്തം മുറിക്കണം, എല്ലാം അരിഞ്ഞ് വെച്ച്. പിന്നെ ഇനിയത് കാണുന്ന ഇന്നലത്തെ രാത്രി ഞാൻ എടുത്ത് വെച്ചതാണ്. കുഞ്ചുവിന് റാലിക്ക് പോകുമ്പോൾ ഫ്ലാഗ് വേണം. എനിക്കറിയാം ഈ ഫ്ലാഗ് വളരെ ഫ്ലോപ്പാണ്, ഇങ്ങനെയല്ല വേണ്ടത്. പക്ഷെ പാവൻ്റെ കുഞ്ചു കളർഫുള്ളാണമ്മേ, എനിക്കിഷ്ടമായെന്നും പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് കൊണ്ടുപോയി. പിന്നെ രണ്ടുപേർക്കും നാളെ ഇടാനുള്ള ഡ്രസ്സിൽ റോസ് പൂ വെക്കണം. അപ്പം ഫ്രഷ് ഒറിജിനൽ വെക്കാൻ എൻ്റെ മക്കൾ പിന്നൊക്കെ കുത്തിയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പൂ വാങ്ങി തുന്നി പിടിപ്പിക്കുന്നേ കണ്ട്. പിന്നെ ഒരു 6:45 സേവി എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പോയി നോക്കി. അവൻ ചിലപ്പോൾ ഉറക്കത്തിൽ അങ്ങനെ എണീറ്റ കരയൊന്നുമില്ല, ചുമ്മാ റൂമിൽ കൂടെ ഇറങ്ങി നടക്കും. പക്ഷെ മൂന്നിടത്ത് ഉറങ്ങുമായിരുന്നു. പിന്നെ 6:45 ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ പോയി ഫുഡൊക്കെ റെഡിയായി. പിന്നെ കുഞ്ചുവിൻ്റെ ടിഫിന് റെഡിയാക്കി. രണ്ടുപേരും ചേട്ടായിയും കുഞ്ചുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ചേട്ടായിക്ക് 8 മണിക്ക് പോകണം. പിന്നെ കുഞ്ചുവിനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. കുഞ്ചുവിൻ്റെ ബസ് 8:15 വരും. പിന്നെ കുഞ്ചു എന്നെപ്പോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഇൻട്രസ്റ്റഡ് ആണ് ആൾ. അതുകൊണ്ട് അവളുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതാ ഓരോരോ പോസിൽ അവൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ഇന്നലെ ഒരു ചെറിയ പനി പോലെ ഉണ്ടായിരുന്നു. ഇന്ന് പോകാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് മുഖത്തെ. പക്ഷെ ആൾക്ക് പോകണം. പിന്നെ ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് ഇതൊക്കെയല്ലേ സന്തോഷം, അവളെ ഒരു ജംഗ്ഷൻ വരെ കൊണ്ടുവിടണേ. അപ്പം ഞാൻ അവളും കൂടി സ്കൂട്ടി പോയി. ജംഗ്ഷനിലെത്തി, ബസ് വന്നു, ആൾ കയറിപ്പോയി. പിന്നെ അടുത്തൊരാളെ ഒരു കുഞ്ഞി ചാച്ചാജീനെ റെഡിയാക്കണമായിരുന്നു. ഇവൻ എവിടെയോ പോകുന്നതെന്നല്ലേ. ഇവനെ ഡേ കെയറിൽ വിടുന്നുണ്ടേ. ആൾ നോക്കാനില്ലാത്തതുകൊണ്ട് ഡേ കെയറിൽ വിടുന്നതല്ല, അവന് കുറച്ചും കൂടി പിള്ളേരൊക്കെ ആയിട്ടൊന്ന് മിങ്കിളായി. അവനും അതാ സന്തോഷം. ഇവിടെ വേറെ ആരുമില്ല അവന് കളിക്കാനൊന്നും. ചുമ്മാ 2-3 മണിക്കൂർ അവിടെ പോയി നിൽക്കും. ഭയങ്കര ഇഷ്ടം, ഓടി പോകുന്ന കണ്ടില്ലേ, ഭയങ്കര ഇഷ്ടമാണ് അവിടെ. അവൻ്റെ കളിയും ഇതായിട്ട് നടക്കും. ഉള്ളിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും കുഞ്ഞ് അവൻ്റെ കളിയായിട്ട് പുറത്തൂടെ നടക്കുക. പിന്നെ അതാ നല്ലതെന്ന് എനിക്കും തോന്നി. അല്ലെങ്കിൽ അവിടുത്തെ മൈക്കിലും സ്വീറ്റ്സിൻ്റെ ഒക്കെ പുറകെ എല്ലാം വലിച്ചിടുക. പിന്നെ എൻ്റെ ആഗ്രഹത്തിന് ഒരു 5 സെക്കൻഡ് കസേര ഞാൻ പിടിച്ചിരുത്തി, പക്ഷേ രക്ഷയില്ല. ആൾ പുറത്തിറങ്ങി കളിയായി. അവിടുത്തെ ഏറ്റവും കുഞ്ഞ്, ഇച്ചിരി വലിയ പിള്ളേരാണ് ബാക്കിയുള്ളത്. ഇവനെ ഞാൻ ചുമ്മാ, പിന്നെ നമുക്കിവിടെ മുറ്റം കുറച്ച് കുറവാണ്, അപ്പോൾ ഓടി കളിക്കട്ടെ, പിള്ളേരൊക്കെ കാണട്ടെ, അവനൊരു സന്തോഷമല്ലേ. അവൻ്റെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. പിന്നെ അവൻ്റെ കൂടെ ഒരു ചേച്ചിയുണ്ട് ഇവിടെ, അവനെ നോക്കാൻ എനിക്കൊരു ചേച്ചിയുണ്ട്. അപ്പം അവനും ചേച്ചിയും ഒരു കോംബോ ആണ്. അപ്പോൾ ചേച്ചി അവനും കൂടി ഒരു 3 മണിക്കൂർ അവിടെ പോയിരിക്കും, ഞാൻ പോയി കൂട്ടിയിട്ട് വരും. അതാണ്. പിന്നെ റാലി ഉണ്ടായിരുന്നു അവിടുന്ന്. അവനും ഞാനും കൂടി ചേച്ചിയെല്ലാം കൂടി റാലിക്ക് പോയി. ചേച്ചി ഇത് അവൻ എടുത്തുകൊണ്ട് പോകുന്നത്. കുറേ മക്കളുണ്ട് കേട്ടോ. അവനിത് എന്താ സംഭവം എന്ന് പോലും മനസ്സിലാവത്തില്ല. അങ്ങനെ ഫോട്ടോയ്ക്ക് ചേച്ചി പിടിച്ച് അവനവിടെ നിർത്തി ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഉച്ചയായപ്പോൾ തിരിച്ചു വന്നു. അതാണ് ഈ വ്ളോഗിൽ. അപ്പോൾ പിന്നെ പുതിയ വിശേഷമായിട്ട് വേറൊരു വ്ളോഗിൽ കാണാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ പറയണം. എനിക്കിത് ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ ബൈ.